ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ കരുവാറ്റ മർത്തോമ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. LDFന് കൂടുതൽ ശക്തി പകരുന്ന തിരഞ്ഞെടുപ്പാണ് ഇതെന്നും പത്തനംതിട്ടയിലെ 4 നഗരസഭകളിലും LDF വിജയിക്കുമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഇത്തവണ ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം പോലും കിട്ടാത്തൊരു വീട് കേരളത്തിലുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 96,000 കോടി രൂപയുടെ വികസനം കിഫ്ബി വഴി 140 അസംബ്ലി മണ്ഡലത്തിനും ഒരുപോലെ നടപ്പാക്കിയ ഗവൺമെന്റാണ്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കിയില്ല. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് ഇടതുപക്ഷം നേടുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ